നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് IUI എന്ന് പറഞ്ഞ ചികിത്സയെക്കുറിച്ചാണ്. IUI എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അതായത് ഹസ്ബൻഡിൻ്റെ സ്പേംസിനെ ലാബിൽ പ്രത്യേക മീഡിയയിൽ കഴുകി അത് നമ്മൾ യൂട്രസിൻ്റെ ആവരണത്തിലേക്ക് നിക്ഷേപിക്കുന്നതിനെയാണ് നമ്മൾ IUI എന്ന് പറയുന്നത്. IUI ചികിത്സ ആർക്കാണ് സഹായകരമാവുന്നത്? നിങ്ങൾ കുറേ നാളായിട്ട് നാച്ചുറലി അല്ലെങ്കിൽ നിങ്ങൾ മരുന്നുകൾ കഴിച്ച് പ്രഗ്നൻസി ട്രൈ ചെയ്തു, നിങ്ങൾക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ IUI നിങ്ങളുടെ സാധ്യത കുറച്ചുകൂടെ കൂട്ടുന്നതാണ്. അതേപോലെ ഹസ്ബൻഡിൻ്റെ ബീജാണുക്കളുടെ അളവ് കുറച്ച് കുറവുള്ളവർക്ക്, തീരെ കുറവുള്ള, അതായത് ഒരു 5 മില്യണിൽ താഴെ അല്ലെങ്കിൽ ഒരു 1 മില്യണൊക്കെ ഉള്ളവർക്ക് IUI ചികിത്സ അത്ര സഹായകരമായിരിക്കില്ല. പക്ഷേ ഒരു 20 മില്യൺ 15 മില്യണിൽ കൂടുതലെങ്കിലും ബീജാണുക്കളുടെ അളവുണ്ട്, മോട്ടിലിറ്റി കുറവായവർക്ക്, അങ്ങനെയുള്ളവർക്ക് IUI ചികിത്സ സഹായകരമായിരിക്കും. അതേപോലെ നമ്മൾ പിന്നെ പേഷ്യൻസിൻ്റെ പ്രധാന ഒരു സംശയം എന്ന് പറയുന്നത്, IUI ചികിത്സ ചെയ്താൽ ഡോക്ടറെ ഞങ്ങൾക്ക് എത്രത്തോളം ഇതിന് സക്സസ് ഉണ്ട്, എന്താണ് IUI ചികിത്സ ചെയ്യുമ്പോൾ ഞങ്ങൾക്കുള്ള സക്സസ് റേറ്റ്? IUI ചികിത്സ ചെയ്യുമ്പോൾ ഉള്ള സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രായത്തിനെയും നമ്മുടെ മറ്റുള്ള ഘടകങ്ങളെയും എല്ലാം ആശ്രയിച്ചിരിക്കും. IUI ചികിത്സ വിജയകരമാവണമെങ്കിൽ ഒരു നല്ല ട്യൂബ്, 2 ട്യൂബിൽ അല്ലെ ഒരു ട്യൂബയിലും നോർമൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ IUI ചികിത്സ ചെയ്താൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ലഭിക്കുകയുള്ളൂ. അതേപോലെ മറ്റുള്ള ഘടകങ്ങളും അത്യാവശ്യം നോർമൽ ആയിരിക്കണം. അതേപോലെ ഏജ് ഒരു വലിയ ഫാക്ടറാണ്. നിങ്ങളുടെ ഏജ് ഒരു 20 തൊട്ട് 30 വരെയാണ് നിങ്ങളുടെ ഏജെങ്കിൽ നിങ്ങളുടെ വിജയ ശതമാനം ഒരു 15% നിങ്ങൾക്ക് വിജയ ശതമാനത്തിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളുടെ ഏജ് ഒരു 30 കൂടുതലാണെങ്കിൽ നിങ്ങളുടെ സാധ്യത അത് ഏകദേശം ഒരു 13%. 35 വയസ്സിൽ കൂടുതലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ നിങ്ങളുടെ വിജയ ശതമാനം 10% കാണത്തുള്ളൂ. അതുകൊണ്ട് പ്രായം ഒരു വലിയ ഘടകമാണ്. പിന്നെ പേഷ്യൻസ് ചോദിക്കും, ഡോക്ടർ എത്ര IUI വരെ എനിക്ക് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് IUI ചെയ്യുമ്പോൾ നിങ്ങൾ അടുപ്പിച്ച് ചെയ്യണം. അതായത് പേഷ്യൻസ് ഒരു IUI ചെയ്ത് നെഗറ്റീവായാൽ പേഷ്യൻസ് പലപ്പോഴും അത് നിർത്താറുണ്ട്. അങ്ങനെ നിർത്താതെ അടുപ്പിച്ച് ഒരു 3 to 6 സൈക്കിൾസ് അടുപ്പിച്ച് IUI ചെയ്തിട്ടും നിങ്ങൾക്ക് പ്രഗ്നൻസി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, പരമാവധി 6 സൈക്കിൾ അല്ലെങ്കിൽ 6 സൈക്കിളെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ IUI റിപ്പീറ്റ് ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല. നിങ്ങൾക്ക് മറ്റുള്ള ചികിത്സകൾ, IVF പോലുള്ള ചികിത്സകൾ ആവശ്യമായിട്ട് വരും. പിന്നത്തെ പേഷ്യൻസിൻ്റെ പ്രധാന സംശയം, IUI ചികിത്സ ചെയ്യുമ്പം IUI ചികിത്സ കഴിഞ്ഞ് എനിക്ക് റെസ്റ്റ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. IUI ചികിത്സ കഴിഞ്ഞ് വലിയ തോതിലുള്ള റെസ്റ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നാച്ചുറൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം, നിങ്ങൾക്ക് ജോലിക്ക് പോകാം, എല്ലാം ചെയ്യാം. പക്ഷേ നിങ്ങൾ പുതുതായിട്ട്, അതായത് വെയ്റ്റ് ലിഫ്റ്റിംഗ് എക്സസൈസസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പുതിയ ആക്ടിവിറ്റീസ് തുടങ്ങാതെ നിങ്ങൾ നേരത്തെ എന്തൊക്കെ ചെയ്തിരുന്നോ അതെല്ലാം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയും. പിന്നീട് പേഷ്യൻസിൻ്റെ ഏറ്റവും വലിയ സംശയം, IUI കഴിഞ്ഞ് യാത്ര ചെയ്യാൻ കഴിയുമോ? IUI ചെയ്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഓട്ടോ, സ്കൂട്ടർ അങ്ങനെയുള്ള വാഹനങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് കാറ്, ബസ് അല്ലെങ്കിൽ ഇപ്പം ഫ്ലൈറ്റ് യാത്ര പോലും IUI ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യരുതെന്ന് നമ്മൾ പറയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. ടെൻഷൻ അവോയ്ഡ് ചെയ്യുക, മാക്സിമം ഹാപ്പി ആയിട്ട് IUI കഴിഞ്ഞിട്ടിരിക്കുക. അത്രയും മാത്രമേ അതിനുള്ള കാര്യമുള്ളൂ. താങ്ക് യു സോ മച്ച്.